പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഇളയ ദളപതി വിജയുടെ ചിത്രം ജനനായകൻ ഇറങ്ങിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഒരു വശത്ത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വശത്ത്, ഇതിനിടയിൽ കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരു പ്രശ്നം തലപൊക്കിയിരിക്കുകയാണ്. വിജയെ സംബന്ധിച്ച് നല്ലൊരു ടൈമാണെന്ന് തോന്നുന്നു. ഭാര്യ സംഗീത 26 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഹർജി നൽകിയിരിക്കുകയാണ്. വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുകയാണ്. അങ്ങനെ 26 കൊല്ലത്തെ കുടുംബജീവിതം അവസാനിപ്പിക്കാൻ സംഗീത തീരുമാനിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കുടുംബ കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 20-ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദം തുടരുവാനും ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സംഗീതയും വിജയുമായിട്ട് കുറച്ച് നാളായിട്ട് അകൽച്ചയിൽ തന്നെയായിരുന്നു. 2021 ഒരു നടിയുമായി, ഒരു പ്രമുഖ നടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിന് ഈ ബന്ധം പിരിയലിനേക്ക് കാരണമായി എന്നുള്ളത് പറയുന്നു. പല ഗ്ലോഫ് കോണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു പ്രമുഖ നടി, പെൺകുട്ടി ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു വരാറുണ്ടായിരുന്നു. അങ്ങനെ 2021 താൻ കണ്ടുപിടിച്ചെന്നും അതിനുശേഷം ഈ ബന്ധം തുടരത്തില്ല എന്ന് വിജയ് ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ബന്ധം തുടർന്നു എന്നും, പക്ഷേ ഇപ്പോഴും ആ ബന്ധം തുടരുന്നതായിട്ട് തനിക്കറിയാൻ കഴിഞ്ഞു എന്നും, അതുകൊണ്ട് വിവാഹമോചനം ആവശ്യമുണ്ട് എന്നുള്ളതാണ് സംഗീത ഹർജിയിൽ പറയുന്നത്. ക്രൂരത, പരസ്ത്രീ ബന്ധം, ഈ 2 കാര്യങ്ങൾ മുൻനിർത്തിയാണ് വിവാഹമോചനത്തിന് വേണ്ടി ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും വിജയോ സംഗീതയോ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. വിജയെ സംബന്ധിച്ച് നല്ല ടൈമാണ് അല്ലേ. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അത് മറുവശത്ത് ജനനായകൻ, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനനായകൻ മാറിയിരിക്കുന്നു. ഈ പടം ഇറങ്ങിയില്ലെങ്കിലും നമുക്ക് കണ്ടത് തോന്നുന്നു പടം ഇറങ്ങിയതുപോലെ അല്ലേ. കുറച്ച് നാൾ ഇത് ചർച്ച ചെയ്തു. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, അതിനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിത്തീരും എന്നുള്ളത് അറിയില്ല. ആ അവസ്ഥയിലേക്ക് മാറി. രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത്, വിജയെ കാണാൻ വേണ്ടി വന്ന തിക്കിലും തിരക്കിലും ആരാധകർ മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മറുവശത്ത്, ഇപ്പം കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ. 26 കൊല്ലം മുമ്പ് ശ്രീലങ്കൻ വൻ വ്യവസായിയായ വ്യക്തിയുടെ മകളാണ് സംഗീത. വിജയുടെ പടം കണ്ട് ഇഷ്ടപ്പെടുകയും ചെന്നൈയിലേക്ക് വരികയും ഇവർ തമ്മിൽ പ്രേമത്തിലാകുകയും കല്യാണം കഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് സംഭവം. ഇവർക്ക് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെണ്ണും. മകൻ വിജയുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനുശേഷം വിവാഹബന്ധം വേർപെടുത്തുക എന്ന് പറയുന്നത് തമ്മിൽ ജോയിക്കാൻ വയ്യാലും വിവാഹബന്ധം വേർപെടുത്തല്ലേ. പിന്നെ തമിഴിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ളതുപോലെ, മലയാള നടന്മാർക്കുള്ളതുപോലെ തമിഴ് നടന്മാർക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം വിവാഹമോചനം എന്നൊക്കെ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. 2-3 വിവാഹം ഇല്ലാത്തവരൊക്കെ എന്ത് മനുഷ്യനാണെന്ന് ചോദിക്കുന്നൊരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആ രീതിയിലേക്ക് മാറി. പിന്നെ തമിഴ്നാട്ടിലെ പല നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ 2-3 ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതും വിജയുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ വിവാഹമോചനമൊന്നും എനിക്ക് തോന്നുന്നില്ല വിജയുടെ കരിയറിനെയൊന്നും ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ അതിൻ്റേതായ ലെവലിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവലിലേക്ക് പോയി ഉള്ള വ്യക്തികളോടൊക്കെ ആരാധന മൂത്ത് പ്രാന്തായെന്ന് പറയുന്ന അവസ്ഥയാണ് തമിഴ്നാട്ടിലൊക്കെ. നമ്മൾ കണ്ടില്ലേ, വിജയ് ഒന്ന് വന്നപ്പോഴത്തേനെ അവിടെയുള്ള ജനക്കൂട്ടവും ആ തിക്കിലും തിരക്കിലും ഒക്കെ മരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ആ അവസ്ഥയാണ്. അവരെന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും സിനിമയിൽ കാണുന്ന ആരാധനാ പുരുഷൻ തങ്ങളുടെ സൂപ്പർ ഹീറോയാണ് ജീവിതത്തിലും എന്ന് ധരിച്ച് വശംവദരാകുന്ന ഒരു കൂട്ടം എന്താ പറയുക ആരാധകരുണ്ട്. അത് എല്ലായിടവും ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിന് അല്പം കൂടുതലാണ് എന്നേ ഉള്ളൂ. മലയാളത്തിൽ പിന്നെ സിനിമയും ജീവിതവും തമ്മിൽ 2 നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. എന്നാലും ചില നടന്മാരോടൊക്കെ നമുക്ക് ആരാധന കൂടില്ലേ. അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ അല്പം കൂടുതലായിരിക്കും. പ്രമുഖ നടി ആരാണെന്ന് അറിയാനുള്ള താല്പര്യത്തിലായിരിക്കും അല്ലേ.
ഒരാളെൻ്റെ മനസ്സിലുണ്ട്, ഞാനത് തുറന്ന് പറയുന്നില്ല, എന്തിനെ വെറുതെ അല്ലേ. പല കാര്യങ്ങളുമൊക്കെ പുറത്ത് വന്നിട്ടുള്ള ഈയിടെ കീർത്തി സുരേഷിൻ്റെ കല്യാണത്തിന് ഇവർ രണ്ടുപേരും കൂടെ പ്രൈവറ്റ് ജെറ്റിൽ പോയി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നിട്ടുള്ള ആ നടി തന്നെ ആകാനാണ് സാധ്യത. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ ബൈ.